കേരളത്തിലെ മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു നടനായിട്ടുണ്ടായിരുന്ന ശ്രീനിവാസൻ ഇന്ന് രാവിലെ അന്തരിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ അദ്ദേഹം അന്തരിക്കുന്ന സമയത്ത് 69 വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. അതുപോലെ തന്നെ ഒരുപാട് സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇളയ മകനായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ്റെ പിറന്നാളിൻ്റെ അന്ന് തന്നെയായിരുന്നു അദ്ദേഹം ഇന്ന് അന്തരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അദ്ദേഹത്തെ അവസാന ഒരു നോക്ക് കാണാനായിട്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയുടെ തന്നെ എല്ലാ ആക്ടേഴ്സും മോഹൻലാൽ, മമ്മൂക്ക, ഈ പറയുന്ന കുഞ്ചാക്കോ ബോബൻ, നമ്മുടെ അങ്ങനെയുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ അവരുടെ ഫാമിലിയുടെ ഒപ്പം ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും മലയാളം മൂവി ഇൻഡസ്ട്രിക്ക് ഏറ്റവും ഒരു തീരാ നഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും ശ്രീനിവാസൻ്റെ ഈ ഒരു വിടവാങ്ങൽ. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന നായക നടന്മാരുടെ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി, ജയറാം, ഇത്തരത്തിലുള്ള നായകന്മാർക്കൊപ്പം ഇവർക്ക് തുല്യവും ഇവർക്ക് മുകളിൽ നിൽക്കുന്ന വേഷവും ഒരുപാട് ചെയ്തിട്ടുള്ള, മലയാളം സിനിമയിൽ ഒരുപാട് ഓർത്തു വെക്കാനായിട്ട് ഒരുപാട് സംഭാവനകൾ കൊടുത്തിട്ടുള്ള ഒരു ആക്ടറാണ്, സംവിധായകനാണ്, എഴുത്തുകാരനാണ് നമ്മുടെ ശ്രീനിവാസൻ. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് അദ്ദേഹം വിടവാങ്ങിയത് ഒരുപാട് സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്ന ആരോഗ്യപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ. അവസാന കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിലും ഇൻ്റർവ്യൂസിലൊക്കെ ശ്രീനിവാസൻ എത്തുന്ന സമയത്ത് നമുക്കറിയാനായിട്ട് സാധിക്കും അദ്ദേഹം ആരോഗ്യപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ തൻ്റെ ഈ പറയുന്ന ആരോഗ്യപരമായിട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അവസാന സമയത്ത് ഈ പറയുന്ന ശ്രീനിവാസനെ കാണാനായിട്ട് ലാലേട്ടനും മമ്മൂക്കയും എല്ലാ ആക്ടേഴ്സും ആ ഒരു വസതിയിലെത്തി അദ്ദേഹത്തിനൊരു പ്രണാമം അല്ലെങ്കിൽ അന്ത്യോപചാരം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ നടീനടന്മാർക്കും ഒരുപാട് സങ്കടപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ശ്രീനിവാസനെ കാണാനായിട്ട് എല്ലാവരും എത്തിച്ചേർന്നത്. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക് കൊടുത്ത ആ ഒരു സംഭാവന എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാടധികം വളരെ മികച്ച, നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുന്ന, നമ്മൾ ഒരുപാട് സന്തോഷിച്ചിട്ടുള്ള, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ ഓരോ തീക്ഷ്ണത കണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ള വളരെ മികച്ച ഒരു ആക്ടറാണ്. മലയാള മനസ്സുകളെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മികച്ച ഒരു ആക്ടറായിരുന്നു ശ്രീനിവാസൻ. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിടവാങ്ങൽ മലയാളം മൂവി ഇൻഡസ്ട്രിക്ക് വലിയൊരു തീരാ നഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന് ഈ ഒരു ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് അന്ത്യോപചാരം ഏൽപ്പിച്ചുകൊള്ളുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്